മെസ്സി വിവാദം മറയ്ക്കാനാണെങ്കിൽ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത് കൊടുക്കുന്ന കാര്യമില്ലല്ലോ. ആദ്യം മനോരമയ്ക്ക്, മാതൃഭൂമിക്ക്, ഏഷ്യാനെറ്റ്, 24 ഒക്കെ അതിന് പറയണ്ടേ. റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ പൂട്ടിക്കട്ടെ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാർത്ത കൊടുക്കുന്ന വലിയ പൊട്ടറാന്നല്ലേ വിചാരിക്കുക. എന്നെ കള്ളക്കേസ് കൊടുക്കാനാണെങ്കിൽ നടക്കും. ഈ 16 കോടി രൂപയുടെ ശമ്പളം കൊടുക്കുന്ന സമയത്താണ് ഇവരെന്നെ 1 കോടി രൂപേന്റെ മരം മുറിച്ചു, 50 ലക്ഷം രൂപേന്റെ മരം മുറിച്ചു എന്ന് പറഞ്ഞ കേസിലൂടെ എനിക്ക് വല്ല കാര്യമുണ്ടോ? ഏത് പാർട്ടി ചാനലിനെ ബഹിഷ്കരിച്ചാലും ആ ചാനലിന്റെ ഉയർച്ചയ്ക്ക് അന്ന് തുടങ്ങും എന്നുള്ളതാണ്. ഈ മടിയിൽ കനമുള്ളവനെ പിന്നെ വഴിയിൽ പേടിക്കേണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിമാർ എൻ്റെ പാർട്ണറാണ്. ആ മാധ്യമ സ്ഥാപന വാർത്ത ഇപ്പോൾ പോലും ഞാൻ അവരോട് പറഞ്ഞില്ല ചെയ്യേണ്ടതെന്ന്. ഡിസംബർ മാസം നിങ്ങൾ 1-ാം തീയതി കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം പോയി കണ്ടോളൂ, എന്നിട്ട് എന്നെ കുറ്റം പറയണം. ഈ മാർച്ചിൽ നമുക്ക് മെസ്സിയെ പ്രതീക്ഷിക്കാവോ? ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ മെസ്സി വിവാദം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ആരോപണം കൊണ്ടുവന്നിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരുപാട് തെളിവുകൾ സത്യം പറയുന്നുണ്ട്. മെസ്സി വിവാദം മറയ്ക്കാനാണെങ്കിൽ ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ എടുത്ത് കൊടുക്കുന്ന കാര്യമില്ലല്ലോ. ആദ്യം മനോരമയ്ക്ക്, മാതൃഭൂമിക്ക്, ഏഷ്യാനെറ്റ്, 24 ഒക്കെ അതിന് പറയണ്ടേ. കാരണം അവര് വേറെ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവരെ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുമോ? ഞാൻ പറയുന്നത് വ്യവസായി എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരൻ അത് മേടിച്ചിട്ട് അവിടെ വ്യവസായം തുടങ്ങി അത് വലുതാക്കണം. രാജീവ് ചന്ദ്രശേഖർ ആ കമ്പനി ഏത് BPL നഷ്ടത്തിലാണെന്ന് വന്നു നിൽക്കുക, അത് ലാഭത്തിലാണ്. BPL ആ കമ്പനി ആ വ്യവസായത്തോടു കൂടി മറച്ചു വിറ്റാലും അത് ശരിയാണ്, കറക്റ്റ് അല്ലേ? പിന്നെ സർക്കാരിനോട് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം 313 കോടി രൂപയ്ക്ക് സ്ഥലം മറച്ചു വിറ്റാൽ അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. 10 വർഷം കൊണ്ട് ആ പൈസ ആർക്കാ കിട്ടേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കർഷകർക്ക് കിട്ടുന്ന പൈസയല്ലേ. കാരണം അവൻ്റെ ഇരുന്ന സ്ഥലം 1 ലക്ഷം രൂപയ്ക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഈ മുതലാളിക്ക് മറച്ചു വെക്കാൻ കൊടുത്താൽ അത് ആർക്കാ കുറ്റം? റിപ്പോർട്ടർ ചാനൽ പൂട്ടിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ പൂട്ടിക്കട്ടെ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഞാൻ എന്നെ ജയിലിൽ പിടിച്ചിടുന്നതുകൊണ്ട് ഞാൻ പിന്നെ പേടിച്ച് നാട് വിടുന്നൊന്നും വിചാരിക്കും വേണ്ട. എനിക്കത് പേടിയില്ല. വളരെ വലിയ അന്വേഷണങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും. നടക്കട്ടെന്നേ. ED ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, വരും, നോട്ടീസ് വരും ഉറപ്പല്ലേ? നിങ്ങൾക്കറിയാം. ഇപ്പൊ എന്തുകൊണ്ടാ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരും ഇതെടുക്കാത്ത? ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് എടുക്കുന്നില്ല? മുതലാളിക്കെതിരെ വാർത്ത എടുക്കൂല, ശരി ഏഷ്യാനെറ്റിന് വിടൂ, ഏഷ്യാനെറ്റിന്റെ മുതലാളിയാണ് അത് ശരി. ഇപ്പൊ എനിക്കെതിരെ വാർത്ത വന്ന റിപ്പോർട്ടൊന്നും എടുക്കാൻ കഴിയുമോ? എടുക്കാൻ കഴിയില്ല. എന്താ ഈ മനോരമ എടുക്കാത്ത? എന്താ മാതൃഭൂമി എടുക്കാതെ? എന്താ 24 എടുക്കാതെ? ഈ പേടിയാണ്. നാളെ ED നോട്ടീസ് വന്നാൽ ഇവർ പ്രശ്നത്തിൽ പോകും. എനിക്ക് ആ പേടിയില്ലാന്ന്. കാരണം ഞാൻ ഇല്ലീഗലായിട്ട് ചെയ്യുന്നില്ല. എനിക്ക് നാളെ ED നോട്ടീസ് വന്നാൽ എനിക്ക് പേടിയില്ല, ഇൻകം ടാക്സിന് നോട്ടീസ് വന്നാൽ എനിക്ക് പേടിയില്ല. എന്തുകൊണ്ട് കാരണം? അയ്യോ അവൻ എന്ത് പൊട്ടനാന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവും. ഏത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാർത്ത കൊടുക്കുന്ന വലിയ പൊട്ടനാന്നല്ലേ വിചാരിക്കുക. കാരണം എന്നെ കള്ളക്കേസ് കൊടുക്കാനാണെങ്കിൽ നടക്കും. സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ മുട്ടിമരം മുറിയെ കുറിച്ച് ന്യായീകരിക്കാത്തതിന് കാരണം എന്താ അറിയും? കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരെയും എനിക്കറിയാം, പരിചയമുണ്ട്. ഞാൻ മാധ്യമ സ്ഥാപനം നടത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരെയും തന്നെ അറിയാം. പ്രധാനമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എനിക്കറിയാം. ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട് ഈ കേസ് ഒന്ന് തീർത്തരാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പോയിട്ടില്ലല്ലോ. കോടതി വിധി വരട്ടെ, കോടതി വന്നു കഴിഞ്ഞാൽ ഞാൻ അന്നും അതാണ് പറയുന്നത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കോടതിയിൽ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിലുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ പിന്നെ ഒരു മരത്തിൻ്റെ ചികര ഞാൻ വെട്ടിയിട്ടില്ല. മനസ്സിലായോ? ഞാൻ 16-17 കോടി രൂപ ശമ്പളം കൊടുക്കുന്ന സമയത്താണ് ഇവർ 50 ലക്ഷം രൂപ മരം മുറിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു മാസം 16 കോടി രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് എല്ലാ കമ്പനിയും കൂടെ. ഈ 16 കോടി രൂപേൻ്റെ ശമ്പളം കൊടുക്കുന്ന സമയത്താണ് ഇവരെന്നെ 1 കോടി രൂപേൻ്റെ മരം മുറിച്ചു, 50 ലക്ഷം രൂപേൻ്റെ മരം മുറിച്ചു എന്ന് പറഞ്ഞ കേസിലൂടെ എനിക്ക് വല്ല കാര്യമുണ്ടോ? ഞാൻ ആൾക്കാരെ സഹായിക്കുന്നതാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ എന്നോടൊന്ന് പറയുകയാണ് ചേട്ടാ ഞാൻ ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാം, നിങ്ങൾ എൻ്റെ കൂടെ കൂടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ തരിക എന്നുള്ളതല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെ ശരി 50%, ഞാൻ അങ്ങനെ കുറേ ബിസിനസ് ചെയ്യുന്നുണ്ട്, 50% നിങ്ങൾ ചെയ്തോ, നിങ്ങൾ നോക്കി നടത്തണം, പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെടുന്ന ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ആ കേസിനകത്ത് നിങ്ങൾ പോയി പ്രശ്നത്തിലായാൽ അതിൻ്റെ ഒരു ഭാഗം ഞാൻ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഞാൻ ചെയ്ത തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ലേ, അത് ചെയ്തു. അപ്പൊ അതിന്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പം മെസ്സി വന്നില്ല, അതിന്റെ ഉത്തരവാദിത്തം പകുതി ഞാൻ എടുക്കുക എന്നുള്ള, പകുതിയെ സർക്കാർ എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഞാൻ എന്താ അതിന്റെ സ്പോൺസറാണ്. അതുകൊണ്ട് സർക്കാരിനോ രാജ്യത്തിനോ എന്തെങ്കിലും ദോഷമുണ്ടാവും. എന്തേ വയനാട്ടിലെ മുട്ടിൽ പ്രദേശത്ത് മാത്രമേ മരം മുറിച്ചിട്ടുള്ളൂ? ഈ 100 മരം മാത്രമേ കേരളത്തിൽ മുറിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഒരു മരം മുറിച്ചിട്ടില്ല കേരളത്തിൽ, അതിന് മുൻപ് മുറിച്ചിട്ടില്ല. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ മരം മാത്രമേ മുറിച്ചിട്ടുള്ളൂ. അത് എനിക്ക് ഉണ്ടാക്കിയ ഉത്തരവാണോ? ഒന്നും അല്ലല്ലോ. ആണ്ടവനെ ക്രൂശിക്കാൻ ഇത് കിട്ടി. ഇപ്പൊ ഞാൻ റിപ്പോർട്ടർ TV തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ആക്ഷേപങ്ങളൊന്നും കേൾക്കണ്ടല്ലോ. സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി ഇരുന്നാൽ മതിയല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾ ഇത് മനസ്സിലാക്കിക്കൂടാ, ഇത് ഉണ്ടാവും. നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളെയും അതിനെ നേരിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി, അതിന് മാത്രം അറിഞ്ഞാൽ മതി.
അതിപ്പോ എന്റെ സെയിം സംവിധാനത്തിലിരിക്കുന്ന മാധ്യമ മുതലാളിമാർ അതൊക്കെ തന്നെ തിരിച്ചാൽ മതി. ഞാനിപ്പോ എന്നെ 3 ദിവസമായി ആക്രമിക്കുന്നു. 3 ദിവസം, 3 ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ ആക്രമണമാണ്, എയറിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇതേ ആരോപണം രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പം അദ്ദേഹം അവിടെ കാണുന്നില്ലല്ലോ, മിണ്ടിയില്ല, പത്രക്കാരോട് ചൂടായിട്ട് ഇറങ്ങിപ്പോയി. അല്ല, ഞാൻ ഏഷ്യനെറ്റിനെ അടക്കം പോയി അഭിമുഖീകരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്നതാണ് പ്രശ്നം, ഇതുകൊണ്ടാണ് വരാത്തത്, ഇതുകൊണ്ടാണ് ചെയ്യാം. എന്ത് ഏഷ്യനെറ്റിന് അത് കഴിയാതെ പോയത്? അത് ആന്റോനെ തർക്കാൻ വേണ്ടി ഇറങ്ങാണ്. പിന്നെ നീ കാരണമാണ്, ബാക്കി എല്ലാരും മൂടി വെച്ചിരിക്കുകയാണ്, നീയാണ് ഇതിനകത്ത് ഇറങ്ങിയത്, നിന്നെ കാണിച്ചു തരാ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ഇതില്ലാന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ നാളെ രാവിലെ ഇൻകം ടാക്സ് വിളിച്ചിട്ട് പറയാം നീ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉള്ള വാർത്ത കൊടുക്കരുത്, ED വിളിച്ചിട്ട് പറയാം നീ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇനി കൊടുത്തിട്ടുണ്ടല്ലോ, നിന്നെ ജയിലിലിടുന്നു പറഞ്ഞാൽ എന്നാ ശരി ചേട്ടാ ഞാൻ ഈ പരിപാടി നിർത്തി, നിങ്ങൾ എന്നെ ജയിലിടരുതേ. അതുണ്ടാവില്ല. അതുണ്ടാണെങ്കിൽ ഇന്ന് നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. കോൺഗ്രസ് എന്നെ ബഹിഷ്കരിച്ച് ഇത്ര നാളായില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ എല്ലാം പേടിയും മേടിച്ചിട്ട് ഞാൻ ഇരിക്കണ്ടേ? എനിക്ക് കോൺഗ്രസിനോട് ഇന്ന് സ്നേഹമാണ് കേട്ടോ. കോൺഗ്രസ് നല്ല പാർട്ടിയായിട്ട് വരണം എന്നുള്ളതും നല്ല സംവിധാനമായിട്ട് വളർന്ന് പ്രതിപക്ഷത്ത് വൃത്തിയായി നിൽക്കണം എന്നുള്ള ആളാണ്. അവർ എത്ര നല്ല വാർത്തകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് എതിരെയുള്ള വാർത്ത വന്നാൽ പ്രശ്നമാണ്. അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം നടത്താൻ അനുകൂലമായിട്ട് മാത്രം വാർത്ത ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഏത് പാർട്ടി ചാനലിനെ ബഹിഷ്കരിച്ചാലും ആ ചാനലിന്റെ ഉയർച്ചയ്ക്ക് അന്ന് തുടങ്ങുന്നുള്ളതാണ്. അന്ന് ഉയർച്ച തുടങ്ങും. ഏഷ്യനെറ്റ് ഉയർന്നത് എങ്ങനെയാണെന്നറിയോ? പ്രധാനപ്പെട്ട പാർട്ടികൾ മുഴുവൻ അതിനെ ബഹിഷ്കരിച്ചിട്ടാണ്. അവർക്കൊരു വിൽ പവർ തന്നെ വരും. CPM ആണ് ഓട്ടോമാറ്റിക്കലി അവരെ വളർത്തിയെടുത്തത്. ആണ് കോൺഗ്രസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ വിചാരിക്കുന്നില്ല ഒരു കേരളത്തിലെ മാധ്യമം മാത്രം വിചാരിച്ച ഒരു പാർട്ടിനെ തകർക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അത്ര വലിയ മണ്ണൊന്നുമില്ല ആ കാര്യത്തിൻ്റെ അകത്ത്. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണോ, നല്ല രീതിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, നല്ല രീതിയിൽ ഒരു പാർട്ടി വളരണോ, അവരോട് സഹകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് BJP കുറച്ചും കൂടെ ഡീസൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വലിയ ബഹിഷ്കരണം ഇനിയിപ്പോ രാജീവ് ചന്ദ്രശേഖരന്റെ കേസിനകത്ത് ഇനി ബഹിഷ്കരണം വരുമെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ആക്രമണങ്ങൾ വരുന്ന സമയത്തും ആന്റോ അഗസ്റ്റിനുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം പ്ലാറ്റ്ഫോമിലിരുന്നും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നു. ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു കാരണം എന്താണ്? ഈ മടിയിൽ കനമുള്ളവനെ പിന്നെ വഴിയിൽ പേടിക്കേണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. ഞാൻ വയനാട് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള അങ്ങാടിയിൽ കൂടെ നടക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുടെയും കട്ടിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല. ഞാനായി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ബിസിനസ്സിൽ കൂടെയും എൻ്റെ കുടുംബപരമായിട്ടുള്ള സംവിധാനത്തിൽ കൂടെയും കയറി വന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ട കാര്യം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചു പിടിക്കാനുള്ള കാലം കഴിഞ്ഞു. പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിമാർ എൻ്റെ പാർട്ണറാണ്. ആ മാധ്യമ സ്ഥാപന വാർത്ത ചെയ്യുമ്പോൾ പോലും ഞാൻ അവരോട് പറഞ്ഞില്ല ചെയ്യേണ്ടെന്ന്. പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളി എൻ്റെ ഒരു പാർട്ണറാണ്. അവരോട് പറയാം എനിക്കെതിരെ വാർത്ത ചെയ്യുന്നത്. അവരോട് പോലും ഞാൻ വാർത്ത ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് പറയാത്തതെന്ന് അറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു ബുദ്ധിമുട്ടല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്തോളൂ, എനിക്കത് ഗുണേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പിന്നെ മാധ്യമ ലാളന ഏറ്റുവന്ന ആളാണോ പിണറായി വിജയൻ? അല്ല. ഏതെങ്കിലും മാധ്യമത്തെ കൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എന്നെ തകർക്കുമെന്ന് വിചാരിച്ചിട്ട് റിപ്പോർട്ടർ TV തകർത്താൻ വിചാരിക്കുന്നുണ്ടോ? റിപ്പോർട്ടർ TV തകർത്താലും വേറെ എനിക്ക് ഇൻവെസ്റ്റ്മെന്റുള്ള വേറെ ചാനലുണ്ട്. ഏത് അത് വേണേ അവിടെ തുടങ്ങിക്കൂടെ? ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്, ഒക്കെ ഉണ്ട്. ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായിനെ തകർക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന കാര്യം ആ നാടിനുള്ള കുറെ നല്ല ഗുണങ്ങളുണ്ടാവും. നിങ്ങൾ കേരളത്തിലെ പല ഭാഗങ്ങളും പഴയ ബിൽഡിങ്ങുകൾ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? പൊളിഞ്ഞ് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അതൊരു സ്മാരകമായിട്ട് ഇങ്ങനെ നിൽക്കും. ഏതെങ്കിലും ഒരു പത്രം പോയിട്ട് തകർത്തായിരിക്കും അവനെ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയാൽ അറിയാം. ആ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ പൂട്ടിച്ചത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രമായിരിക്കും. അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിച്ച ബിസിനസ്സുകാരുടെ ലിസ്റ്റ് കേരളത്തിൽ എടുത്ത് നോക്കിക്കേ, ഒരു 500 എണ്ണം ഉണ്ടാവും. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അത് സ്മാരകങ്ങളായിട്ട് നിൽക്കുന്നുണ്ടാവും. രക്ഷപ്പെടാനുള്ള മാർഗം എവിടെയും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, ശരി, അവന്റെ ദോഷത്തിന് തെറ്റ് ചെയ്തു, അവനെ പിന്നെ ജീവിതാവസാനം വരെ തെറ്റുകാരനായിട്ടാണ് കാണേണ്ടത്? ഒരിക്കലല്ല. അങ്ങനെയാണോ സംവിധാനം വേണ്ടത്? ഒരിക്കലല്ല. അപ്പൊ അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല? ഇപ്പൊ നമുക്കിപ്പം വണ്ടി ഓടിക്കാൻ അറിയില്ല, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ്, പോണ വഴിക്ക് ഒരു വണ്ടി ഇടിച്ചു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിച്ചത്. പിന്നെ അവൻ്റെ ലൈസൻസ് മേടിച്ച് വെച്ചിട്ട് ഇനി നീ ലൈഫിൽ വണ്ടി ഓടിച്ചു വരുന്ന പറയുന്ന പോലെയാണ്. കാരണം നമ്മളിത് ജനിക്കുന്ന പാടെ പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഞാൻ 100% തെറ്റുകാരനാണ് എന്ന് പറയും. ഇപ്പം മറന്നാടൻ ഷാജൻ എനിക്കെതിരെ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു 16 വർഷം കണ്ട അയാൾ എനിക്കെതിരെ എഴുതുന്നു. ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര നല്ല മനുഷ്യനായത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എനിക്കെല്ലാം ഇപ്പം മാധ്യമ പ്രവർത്തനത്തിൽ വരെ എനിക്ക് 100% അറിയുന്നത് ഞാൻ വിചാരിക്കുന്നേ ഇല്ല.
എനിക്ക് 100% അറിയാമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏഷ്യൻ്റെയൊക്കെ ഒരു 25 അടി മേലെ പോയേനെ. ഇപ്പോഴും ഞാൻ അവരൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാ, അല്ലെങ്കിൽ ആ റേഞ്ചിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാ? കാരണം അവരടിച്ചത്രയും ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ അധികമായിട്ട് തെറ്റ് പറ്റിയിട്ടുണ്ടാവുന്നത്. ഞാൻ പറയാം തെറ്റിപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് ശരിയാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ഞാനിപ്പോൾ സ്റ്റേഡിയം പണിയാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ എന്നെതിരെ ഇങ്ങനെ ആക്രമിക്കും എന്നുള്ളത്? ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ഫ്രീ ആയിട്ട് ഈ സ്റ്റേഡിയം പണിയുമ്പോൾ ആൾക്കാർ എന്നെ അഭിനന്ദിക്കുന്നല്ല വിചാരിക്കുന്നത്. നേരെ തിരിച്ചാ വന്നത്. ഞാനിത് ബസ് പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു. ട്രക്ക് എന്ന് പറയുന്നത് 1-2 ട്രക്ക്. കാരണം 1,70,000 ബോളം കണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോളെല്ലാം കയറ്റാൻ വേണ്ടി ട്രക്ക് അടക്കം ബ്രാൻഡ് ചെയ്ത് ഇറങ്ങി. ബസ് അവരെ കൊണ്ടുപോകാനുള്ള ബസ്സുകൾ ബ്രാൻഡ് ചെയ്ത് ഇറങ്ങി. അവർക്കെതിരെയുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അവർ ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താ 100% ഉറപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്. അവസാന നിമിഷം ഒരു എന്താണ് ചെറിയ കാര്യം, ഒരു അപ്രൂവൽ ഇല്ല എന്ന് പറഞ്ഞ കാര്യത്തിനകത്ത് ഇത് മുടങ്ങി. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത ഡേറ്റിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഇത് നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കും എന്നുള്ളതാണ്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ശരിക്കും. നോർമലി അടുത്ത വിൻഡോ മാർച്ചിലാണ് വരുന്നത്. മാർച്ചിൽ എത്തുമോ മെസ്സി? അല്ല, മാർച്ചിൽ നമുക്ക് അപ്രൂവൽ ഈ ആഴ്ച കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വിൻഡോ നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ചില ആളുകൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിന്റെ സമയമാണ്. അതിന് സന്നാഹ മത്സരങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് മാർച്ച് വിൻഡോയിൽ സാധ്യതകളില്ല എന്നുള്ള രീതിയിൽ ചിലർ അറിയില്ല ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വ്യക്തമാക്കാവോ? അല്ല, അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഫിഫയ്ക്ക് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫിഫയ്ക്ക് കൊടുക്കുക എന്താണ്, അർജന്റീനയുടെ എ ടീമാണോ കളിക്കുന്നത്, ബി ടീമാണോ, സി ടീമാണോ കളിക്കുന്നത് ചോദിക്കുക. അതിൽ ഓപ്പണന്റ് ടീം ആരാന്ന് നോക്കി അവരുടെ എ ടീമാണോ, ബി ടീമാണോ, സി ടീമാണോ ചോദിക്കുമ്പോൾ അർജന്റീനയുടെ എ ടീമാണ് കളിക്കുന്നതെങ്കിൽ അത് മെസ്സി അടക്കമുള്ള ടീമാണ് കളിക്കുന്നതെന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അവർ അവസാനിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ വന്ന് കളിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ സ്റ്റേഡിയം ഉണ്ടായിരുന്നെങ്കിൽ അവർ വന്ന് കളിച്ചേ പറ്റുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ല അവർ സെക്കൻഡ് ടീം കളി കളിക്കാത്ത ഇപ്പോഴും. അർജന്റീന എവിടെയാണ് സെക്കൻഡ് കളി കളിക്കുന്നത്? ഒരു വിൻഡോയിൽ 2 കളിയല്ലേ ഉള്ളത്. ഒരു കളി കേരളത്തിലും ഒരു കളി അങ്കോളയിലും. ഇപ്പൊ അവർ സെക്കൻഡ് കളി എവിടെ കളിക്കുന്നത്? അത് മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു 70% ആൾക്കാർ സാധാരണക്കാരാണ് കേരളീയര്. കാരണം ഒരു അപ്പർ ക്ലാസ്സിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് ശമ്പള സ്കെയിൽ കൂടുതലാണ്, കാര്യങ്ങളൊക്കെ സാധാരണക്കാരനാണ്. നമ്മൾ പറയുന്നത് വിശ്വസിക്കും, മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കും. അതാണ് ഇവർക്കുള്ള ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടാണല്ലോ. അത് എന്ത് തെറ്റെഴുതി വിട്ടാലും വിശ്വസിക്കും. 50 ലക്ഷം രൂപയാണ് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞപ്പോഴും അപ്പൊ ചോദിക്കണ്ടേ, പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഏത് സമയത്ത് റിപ്പോർട്ട് TV എന്നുള്ള നിലയ്ക്ക് നമ്മളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ, ഞാൻ ഇങ്ങനെ വാർത്ത കൊടുക്കണ്ടേ, ശരിയാണോ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ലല്ലോ. കേരളത്തിൽ ഒരു മാധ്യമം എന്റെ ബൈറ്റ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പത്രസമ്മേളനം വിളിച്ച് കാര്യം പറഞ്ഞതല്ലാതെ ഈ വാർത്ത കൊടുത്ത ഒരാൾ പോലും, എനിക്ക് ന്യൂസ് 18 കണ്ട 1-2 വാർത്ത ഫോണിൽ വിളിച്ചതിനോട് ചോദിച്ചിട്ടുണ്ട്. വേറെ ഒരാൾ പോലും ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. മനോരമ ചോദിച്ചിട്ടില്ല, മാതൃഭൂമി ചോദിച്ചിട്ടില്ല, ഏഷ്യനെറ്റ് ചോദിച്ചിട്ടില്ല, 24 ചോദിച്ചിട്ടില്ല, മീഡിയ 1 ചോദിച്ചിട്ടില്ല. അല്ല, അവർ സ്വയം സൃഷ്ടിക്കുന്ന വാർത്തകൾ അവർ സ്വയം സൃഷ്ടിക്കുന്നു. അവർ തന്നെ ആകാശത്ത് ഉണ്ടാക്കുന്നു. അവർ തന്നെ. ഞാൻ 30 ദിവസമല്ലേ ആകെ സ്റ്റേഡിയം എടുത്തിട്ടായിട്ടുള്ളൂ. എനിക്ക് സ്റ്റേഡിയം ഹാൻഡ് എടുത്ത് ആകെ 30 ദിവസമായിട്ടുള്ളൂ. അതിന്റെ 60% പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വാർത്ത കൊടുക്കുന്നത് അറിയോ, സ്റ്റേഡിയത്തിന്റെ പണി മന്ദഗതിയിൽ നിർത്തിവെച്ചു എന്നുള്ളത് പറയാ. ഒരു 30 ദിവസം കൊണ്ട് അത്രയും സ്റ്റേഡിയം ഞാൻ എടുത്തില്ല, അത്ര ആക്കിയില്ലേ. ഇനി ആകെ എൻ്റെ അടുത്തുള്ളത് എത്രയാണ്? 30 ദിവസം കൂടിയാണ്. ഈ 30 ദിവസം കാത്തിരുന്നിട്ട് ഇത് വരുമോ ഇല്ലയോ നോക്കിയാൽ പോരെ. ഞാൻ എല്ലാ മാധ്യമപ്രവർത്തനം അതിന്റെ സ്റ്റേഡിയത്തിൽ കൊണ്ട് കാണിച്ചു. നിങ്ങൾ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പറയൂ. ഇതിനകത്ത് ഒരു MLA അതിനകത്ത് തലകുത്തി താഴെ വീണില്ലേ, ആ MLA വരെ അവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോവാണ്. എന്തൊരു അപരാധമാണ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്കാണ്. സ്വന്തം ജീവൻ രക്ഷപ്പെട്ടത് ഭയങ്കര തലനാരി കഴിക്കാണ് രക്ഷപ്പെട്ടത് അല്ലേ. ആ MLA അടക്കം വന്നിട്ട് എന്താ പറയേണ്ടത്? ഈ സ്റ്റേഡിയം നന്നാവണം എന്നല്ലേ പറയേണ്ടത്. അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അവർ മോശമായി പറഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് രാഷ്ട്രീയമായിട്ട് അവരല്ലേ, ഇപ്പം ഹൈബി ഈഡനാണെങ്കിലും പിന്നെ ഈ ഉമ്മ തോമസിനാണെങ്കിലും ഒക്കെ അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. മെസ്സി വന്നില്ലെങ്കിൽ അതിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് സർക്കാരിനെതിരെ ആയുധമാണ്. അതിന് എന്നെ ക്രൂശിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഞാനൊരു ചോദിക്കട്ടെ, ഹൈബി ഈഡന്റെ വീട്ടിലേക്ക് ഒരു മരം ചാഞ്ഞ് നിൽക്കുകയാണ്. അവരത് മുറിക്കൂല. അങ്ങനെ അയ്യോ മരം അവിടെ നിന്നോട്ടെ ആയിരിക്കും. ഞാനൊരു പിന്നെന്താ എൻ്റെ പേരിൽ ഒരു മരം മുറിക്ക് കേസ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇനി ലൈഫിൻ്റെ അകത്ത് ഇനി മരത്തിന് വേണ്ടി എൻ്റെ തലയിൽ വീണാലും മുറിക്കാൻ നല്ലൊരു പ്രാസം ഒപ്പിച്ചിട്ടുള്ളതല്ല. കലൂരിലും മരം മുറി ആയിക്കോട്ടെ, അതാ പറയുന്നത്. എന്നിട്ട് കൊച്ചി സിറ്റിക്കകത്താ ഞാൻ പറയുന്നത്. അപ്പൊ ഇവരെങ്ങനെയായിരിക്കും വാർത്ത ഉണ്ടാക്കുന്നത്? ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഞാൻ പറയുന്നത്. ശേഖരം വെട്ടിയത് ശരി, ശേഖരം വെട്ടി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് വൃത്തിയായി കഴിയുമ്പോൾ നോക്കിക്കോളൂ. കേരളത്തിൽ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായിരിക്കും കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം. കേരളത്തിൽ ഏറ്റവും സ്റ്റാൻഡേർഡുള്ള സ്ഥലമായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഗാർഡനുള്ള സ്ഥലവും കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയിരിക്കും. അതിനേക്കാളും നല്ല വൃത്തി. അപ്പൊ ആ മരത്തിന് ശിഖരം വെട്ടിയാൽ ഗാർഡനിങ് ഉൾപ്പെടെ പുറത്ത് ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, ഫൗണ്ടെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചുറ്റുമതിൽ ചെയ്യുന്നുണ്ട്, വണ്ടി പാർക്കിങ്ങിനുള്ള ബേ ചെയ്യുന്നുണ്ട്, അവളുടെ എക്സിറ്റ് എൻട്രി വൃത്തിയായി ചെയ്യുന്നുണ്ട്, ഓവുചാലുകൾ വൃത്തിയായി. കൊച്ചിയിലെ പ്രശ്നം എന്താ? ഇന്നലെ വാർത്ത പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ അവിടെ വെള്ളക്കെട്ട് രൂപ കേട്ടു. ഏത്
ഞാനിവിടെ ഓജാല് മുഴുവൻ പൊളിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ പെരും മഴയാണ് കൊച്ചിയിലകത്ത്. അപ്പം വെള്ളക്കെട്ട് പിന്നെ വന്നു എന്ന് പറയാണ്. അപ്പം ആ വെള്ളക്കെട്ട് എന്താണെന്ന്, എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പണി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവുമല്ലോ. ഉണ്ടാവും, വെള്ളക്കെട്ട് കാരണം അവിടെ ഓൾറെഡി ഓജാലില്ല, മൂടിപ്പോയത് ചെളി വന്ന് മൂടിപ്പോയ ഓജാല് വൃത്തിയാക്കുന്ന സമയത്ത് പെരുമഴ വരുമ്പോൾ അത് വെള്ളക്കെട്ട് ഉണ്ടാവില്ലേ, കാരണം ഒരു ദിവസമല്ലേ. അപ്പൊ അതെടുത്ത് വൃത്തിയായി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഡിസംബർ മാസം നിങ്ങൾ 1-ാം തീയതി കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം പോയി കണ്ടോളൂ. എന്നിട്ട് എന്നെ കുറ്റം പറയണം, നിങ്ങൾ ഇത് ചെയ്തത് തെറ്റാണ് എന്നുള്ളത് പറയുന്നത്. അല്ല, അത് ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ് നോക്കിക്കുന്നത്. അതെ, ഇത് ഇങ്ങനെ നിർത്തിക്കണം. നിർത്തിച്ചു കഴിഞ്ഞിട്ട് ജീവിതാവസാനം വരെ അവനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണം. കണ്ടില്ലേ, അവൻ ആ പ്രൊജക്ട് എടുത്ത് ഇതാ അവസ്ഥ. ഞാൻ പിന്നെ രാവിലെ ഒരു പ്രൊജക്ട് തുടരുത്, മനസ്സിലായി. അപ്പൊ ഇതെങ്ങനെയും നിർത്തിച്ചു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു. GCDനൊക്കെ പോയി കുത്തി എങ്ങനെയും നിർത്തിക്ക്. കാരണം ഇന്ന് ഞാൻ പറയാ, ശരി ഞാനിന്ന് നിർത്താം, നാളെ ഹൈബിയുടനും പിന്നെ TJ വിനോദും ഉമാ തോമസ് എല്ലാം കൂടി അത് പണിയോ? ഒരിക്കലും നടക്കില്ല, നടക്കുന്ന കാര്യമല്ല. ഗവൺമെന്റിന് അവരുടെ അടുത്ത് ഫണ്ടില്ലാന്നേ, സർക്കാരിന്റെ അടുത്ത് ഫണ്ടില്ല. 13 ലക്ഷം എങ്ങാണ്ട് ആ മിനിസ്റ്റർ പിന്നെ ഇവരോട് സംസാരിക്കാൻ പോയി എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിട്ട് ക്രൂശിച്ചോണ്ടിരിക്കുകയാണ്. 13 ലക്ഷം. അർജന്റീന പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് അവരെ പോയി സംസാരിച്ച് അവരെ ഫസ്റ്റ് ഡിസ്കഷന് വേണ്ടി പോയതിൽ മുടക്കാണ്. ഇവിടുന്ന് ഒരു ടിക്കറ്റ് അർജന്റീനയ്ക്ക് എത്രയാവും അറിയോ, അല്ലെങ്കിൽ ബ്രസീലിന് എത്രയാവും അറിയോ? ഒരു ടിക്കറ്റ് ഏകദേശം 10 ലക്ഷം വേണ്ട, 1 ലക്ഷം വെച്ച് കൂട്ടുക. 4 ആൾ പോകണമെങ്കിൽ എത്രയായി? അങ്ങോട്ട് 4 ലക്ഷം, ഇങ്ങോട്ട് 8 ലക്ഷം ആയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും 4 ആൾ പോയി തിരിച്ചു വന്നാ അവര് ഹോട്ടലെടുത്ത് ഫുഡ് കഴിച്ച എത്ര പൈസയാവും നോർമലി? മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് ഈ കേരളത്തിലെ മന്ത്രിമാരൊന്നും ചെയ്യാൻ പറ്റില്ല. ലോകം കാണാത്തതിന്റെ പ്രശ്നം ഉണ്ടാവും. ലോകം മുതലാളിമാരെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ മുതലാളിമാരെല്ലാം ഒരു ദിവസം എത്ര രൂപ പിടിക്കുന്നുണ്ടാവും? ഒരു ദിവസം ഇവരാരെങ്കിലും അവിടെ സൈക്കിളാണോ നടക്കുന്നല്ലോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വണ്ടികൾ കൂടെ അല്ല നടക്കുന്നത്. അവര് അത് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇവർക്ക് പോകാൻ വേണ്ടി ബെൻസും വേണം, BMW വേണം, പോർഷയും വേണം, പിന്നെ വെൽഫെയർ വേണം, ഒക്കെ വേണം. ഏത് ഈ മുതലാളിമാർക്ക് പോകാൻ വേണ്ടിയിട്ട്. അയ്യോ, ഒരു മന്ത്രി എങ്ങാനും മറ്റേ ഒരു ക്രിസ്റ്റയിൽ പോയാണ്ടല്ലോ, അയ്യോ അവിടെ ക്രിസ്റ്റ വലിയ പ്രശ്നമാണ്. മന്ത്രിയുടെ ക്രിസ്റ്റയ്ക്ക് ലേശം ഒരു ഓണ് വന്നാൽ വലിയ പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ ഒരു മന്ത്രി, അല്ലെ? അയാൾ എത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചാലാണ് ആ രാജ്യം നന്നാവുക, അല്ലെ ആ നാട് നന്നാവുക, അല്ലെ? അദ്ദേഹത്തിന്റെ വണ്ടിന്റെ മുന്നിൽ അങ്ങനെ ഒരു ഓണ് കണ്ടാൽ അത് നിയമപ്രശ്നമാണ്. എന്ത് നിയമപ്രശ്നമാണ്? ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാ? ഒന്നുമല്ലല്ലോ. അത് ആർക്കാ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എഴുതാൻ വാർത്തയില്ല അന്നത്തെ ദിവസം. ആ കോളം ഫില്ലാവില്ല. ആ കോളം ഉണ്ടാക്കണം. ഈ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? ഈ TRP റേറ്റിന് വേണ്ടിയിട്ട് വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു തോന്നുന്നുണ്ടോ? അല്ല, വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇവരാണല്ലോ. ഒന്ന് ഞാൻ പറയുന്നത്, റിപ്പോർട്ടർ TV പിന്നെ വാർത്ത സൃഷ്ടിച്ചത് ഒരെണ്ണം പറഞ്ഞുകൊണ്ടാ വാർത്ത സൃഷ്ടിച്ചത്. കള്ള വാർത്ത കൊടുത്തു എന്നൊന്നും ഒരെണ്ണം കാണിച്ചടിക്കേ, ഒരെണ്ണം കാണിച്ചെന്നാ മതി. ഈ കോൺഗ്രസ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് അതാണ് പറയുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണം, റിപ്പോർട്ടർ TV നല്ല രീതിയിൽ വാർത്ത കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ നമ്മളെ കിട്ടിയ ചില കൊല്ലും, കാരണം അത്ര വാശിയിട്ടാം. പക്ഷെ എന്ന് വെച്ചാൽ അത് ഇല്ലാത്ത സാധനം, ഇല്ലാത്ത അതിന് ആരും ഒന്ന് പറയണം, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം. ഈ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൂടെ എനിക്കെതിരെ ഇങ്ങനെ ഒരു വാർത്തയില്ല, പറഞ്ഞുകൂടെ? അതല്ല ചെയ്യേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും. പിന്നെ പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് അവിടെ ഒരു രാഷ്ട്രീയക്കാരനും പൈസ വാങ്ങിയിട്ടില്ല. കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണല്ലോ. കേരളം അവിടെ ഒരു രാഷ്ട്രീയക്കാരനും പൈസ വാങ്ങിയിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും പൈസ വാങ്ങിയിട്ടില്ല. അതെല്ലാവർക്കും അറിയാവുന്ന, അറിയില്ല. പക്ഷെ എന്തറിയോ, അത് വാർത്തയായി വരാൻ പാടില്ല. അത് വാർത്തയായി വന്നാൽ നിങ്ങൾ എന്തോ അപരാധം ചെയ്തു. അജണ്ടയുണ്ട്. നമ്മുടെ PV അൻവർ കോൺഗ്രസിന്റെ ഭാഗമായി വരില്ല, ഇനി ഇല്ല. എന്തേ അവിടെ നിലമ്പൂര് അദ്ദേഹത്തെ കൂട്ടാതിരുന്നത്? അത് PV അൻവർ സെപ്പറേറ്റ് ആയിട്ട് നിന്ന പ്രശ്നം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചോദ്യമല്ല, കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. ഇവർക്കെതിരെ വാർത്ത അത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പൊ എനിക്കെതിരെ വാർത്ത വരുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? ഇപ്പൊ എനിക്കെതിരെ മനോരമ വാർത്ത ചെയ്തു, ഏഷ്യനെറ്റ് വാർത്ത, എനിക്ക് വിഷമം ഉണ്ടാവും. നോർമലി ഉള്ളതാണ്. അത് ഇതിന്റെ ഒരു ഭാഗമാണെന്ന് കൂട്ടുക. അതിനാണല്ലോ ആ പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ നിൽക്കില്ല, അല്ലെങ്കിൽ ഈ ബിസിനസ് നടത്താൻ നിൽക്കരുത്. ബിസിനസ് നടത്താൻ നിൽക്കുമ്പോൾ ഞാൻ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം ഏഷ്യനെറ്റിന്റെ മുതലാളി മാത്രമായിട്ട് ഇരുന്നാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന വലിയ പ്രശ്നം ഉണ്ടാവില്ല. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ ഞാൻ ഇറങ്ങിയ പോലെ മെസ്സിനെ കൊണ്ടുവരാൻ നിൽക്കരുത്, അല്ലെങ്കിൽ വേറെ ബിസിനസ് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ രാജീവ് ചന്ദ്രശേഖരനോടും ചോദിക്കും, പിന്നെ ഏഷ്യനെറ്റോട് ചോദിക്കും. രണ്ടിന് മറുപടി. മെസ്സി കൊണ്ടുവരാത്തതിന്റെ കാര്യം എന്നോട് മാത്രമല്ലല്ലോ, റിപ്പോർട്ടറിനെ കൂടെ കൂട്ടിയടിക്കുന്നുണ്ടല്ലോ. അത് നല്ലതാണ്. പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ഓൾസോ പബ്ലിസിറ്റിയാണ്. അവസാനമായിട്ട് ചോദ്യം ചോദിച്ചോട്ടെ, ഈ മാർച്ചിൽ നമുക്ക് മെസ്സിയെ പ്രതീക്ഷിക്കാമോ? ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മാർച്ച് വരെ കാക്കേണ്ടി വരത്തില്ല. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരണമെങ്കിൽ മാർച്ച് വരെ കാക്കേണ്ടി വരില്ല. മെസ്സിനെ മാത്രമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഗവൺമെന്റും കൂടെ അപ്രൂവൽ എടുത്തിട്ട് നമുക്ക് പറ്റുള്ളൂ. കാരണം ഗവൺമെന്റ് പ്രൊജക്റ്റാണ്, എനിക്ക് അതിനകത്തൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. മെസ്സിനെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞാൽ
മെസ്സിനെ മാത്രം. കാരണം എനിക്ക് അവിടെ കൊണ്ടുവന്നൊന്നും ചെയ്യാനില്ല. ഞാനിപ്പോൾ മെസ്സിനെ മാത്രം കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? കേരളത്തിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും? ഒരു സൗഹൃദ മത്സരം നടന്നാൽ മാത്രമേ അത് ഗ്ലോബലി അറിയപ്പെടുള്ളൂ, ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടുള്ളൂ, നാടിന് ഗുണം ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്പോർട്സുകാർക്ക് അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ, ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ മെസ്സി കേരളത്തിൽ വന്ന് കൈവീശി പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ? കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കും എന്നുള്ളതിന് ഇന്റർനാഷണൽ ലെവലിൽ അതൊരു വാർത്തയേ അല്ല. കാരണം മെസ്സി എത്ര ട്രാവൽ ചെയ്യുന്നുണ്ട്, ആരെങ്കിലും വാർത്തയാക്കുന്നുണ്ടോ? ഇന്റർനാഷണൽ ലെവലിൽ അത് വാർത്തയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മനോരമ നല്ല വലുതായിട്ട് എഴുതിയേക്കും, നല്ല സന്തോഷം. മാതൃഭൂമി വലുതായിട്ട് എഴുതും, നല്ല സന്തോഷം. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഏത് മെസ്സിനെ കൊണ്ടൊന്നും ഐലിയസ് അതൊക്കെ പറഞ്ഞ് നടക്കാം. റിപ്പോർട്ടർ ടിവിക്ക് ഇതിനു വേണ്ടി പരസ്യം കിട്ടാനില്ലല്ലോ. അയ്യോ, ഒരു ആവശ്യമില്ല. റിപ്പോർട്ടർ ടിവിക്ക് ഒരു പരസ്യത്തിന്റെ ആവശ്യമില്ല. TRP റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അതിന് മേലെ വേറെ ഒന്നുമില്ലല്ലോ. TRP റേറ്റിംഗിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിക്ക് മെസ്സിനെ കൊണ്ടുവന്ന ഒരു പരസ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇനി മെസ്സിനെ കൊണ്ടുവന്ന് വിചാരിച്ചിട്ട് എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളെല്ലാം നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മെസ്സി പോയി കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാരണം ഉണ്ടാക്കും. ആ കാരണത്തിൽ വെച്ചിട്ട് പിന്നെയും തുടങ്ങും ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ അത് ഇല്ലാതാവാനും പോകുന്നില്ലല്ലോ. പക്ഷെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം, കേരളത്തിന് ഗുണമുണ്ടാവണം എങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് നടക്കണം. നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാ വർഷവും ഫ്രണ്ട്ലി മാച്ച് നടക്കും. എല്ലാ ആൾക്കാർക്കും വരാനും കഴിയും, നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ഒറ്റ കാര്യോടെ ഇത് പറയുന്നത് എന്താ? കേരളത്തിൽ മെസ്സി വരിക എന്നുള്ളതല്ല ലക്ഷ്യം, ഇന്റർനാഷണൽ മത്സരം നടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എങ്കിലേ സർക്കാരും നമ്മൾ വിജയിക്കുള്ളൂ. തീർച്ചയായിട്ടും ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ റിപ്പോർട്ടർ ടിവിയും ആൻഡോ അഗസ്റ്റിനും തങ്ങളുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. താങ്ക് യു.